സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം. പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം. കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, കണ്ടൂർ. പോരൂർ പഞ്ചായത്തിലെ പ്രധാന അങ്ങാടിയായ ചെറുകോട് ഇനി മുതൽ ഹരിത ടൗൺ. മാലിന്യമുക്ത നവകേരള പ്രഖ്യാപനത്തോടനുബന്ധിച്ചാണ് ചെറുകോടിനെയും മാലിന്യമുക്തമാക്കി മാറ്റുന്നത്. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ പ്രഖ്യാപനം നടത്തി. മാർച്ച് 31 മാലിന്യമുക്ത നവകേരളം പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിവിധ ഘട്ടങ്ങളിൽ ഓരോ സ്ഥാപനങ്ങൾ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ ടൗണായ ചെറുകോട് ഹരിത ടൗൺ പ്രഖ്യാപിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഹരിത അയൽക്കൂട്ടങ്ങളുടെ പ്രഖ്യാപനം ഇന്ന് നടത്തുന്നുണ്ട്. മാർച്ച് 31 ആകുമ്പോൾ കേരളം മൊത്തത്തിൽ മാലിന്യമുക്ത നവകേരളം പ്രഖ്യാപിക്കുമ്പോൾ പോരൂർ പഞ്ചായത്തും പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അതിന് ഓരോരുത്തരും സഹകരണം പ്രതീക്ഷിക്കുകയും അതോടൊപ്പം തന്നെ പഞ്ചായത്തിൽ വിവിധ പരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറുകോട് അങ്ങാടി മാത്രമല്ല, പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഈ മാർച്ച് 31 പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ആ അങ്ങാടികളൊക്കെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ വലിച്ചെറിയൽ മുക്ത പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് 11 വോട്ടിൽ ബൂത്തുകളാണ് നമ്മുടെ പഞ്ചായത്തിൽ ഇന്നും നാളെയും കൂടെ സ്ഥാപിക്കുന്നത്. ചെറുകോട് 3 സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനി പുളിയക്കോട്, നെരന്നവറമ്പ്, അയനിക്കോട് എന്നീ സ്ഥലങ്ങളും കൂടെ വെച്ചുകൊണ്ട് അത് ചെറുകോട് അങ്ങാടിയെ പോലെ മറ്റു അങ്ങാടികളും മാലിന്യമുക്തമാക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. ഹരിതകർമ്മസേന അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് മാലിന്യമുക്തമാക്കുന്നത്. ജനുവരി 1 മുതലാണ് ഇതിനായുള്ള ശുചീകരണം ആരംഭിച്ചത്. നിലവിൽ 11ഓളം പേർ ചേർന്നാണ് അങ്ങാടി വൃത്തിയാക്കുന്നത്. ഇതിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് കുപ്പികൾ അടക്കമുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനായി 3 ബോട്ടിൽ ബൂത്തുകൾ ചെറുകോട് അങ്ങാടിയിൽ സ്ഥാപിച്ചു. പഞ്ചായത്ത് പരിധിയിൽ മൊത്തം 11 ബൂത്തുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. 1,36,000 രൂപ ചെലവിലാണ് ബൂത്തുകൾ സ്ഥാപിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് KP സക്കീന അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P ശങ്കരനാരായണൻ, PK ഭാഗ്യലക്ഷ്മി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V റാഷിദ്, ഹരിത കേരളം മിഷൻ RP KV ബഷീർ, HI P അഖിൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുകോട് യൂണിറ്റ് പ്രസിഡന്റ് P ബെന്നി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പോരൂർ. പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി. ബ്യൂട്ടി മാർക്കിന്റെ 1ാം ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ആകർഷകമായ സമ്മാനങ്ങൾ വേറെയും.